നമസ്കാരം, കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു പഴയകാല ഒഴിച്ചുകറിയാണ്. പഴയ തലമുറയിലുള്ളവർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയായിരിക്കും. ഇതറിയാത്ത പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതൊരു നോൺ വെജ് ഒഴിച്ചുകറിയാണ്. അതിനായിട്ട് കുറച്ച് ചക്കക്കുരു ഞാനിവിടെ തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു നല്ല പുളിയുള്ള പച്ചമാങ്ങയാണ്. നല്ല പുളിയുള്ള മാങ്ങ നോക്കി എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, അപ്പോഴാണ് ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പൊ ചക്കക്കുരു എല്ലാം കഴുകി ഞുറുക്കി ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഒരു കളറിന് വേണ്ടി ചേർത്തതാണ്. എന്നിട്ട് അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നമ്മൾ ഒരു പ്രഷർ കുക്കറിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൺചട്ടിയിൽ തന്നെ കുക്ക് ചെയ്യാം. പക്ഷെ ഞാനിവിടെ സമയം ലാഭിക്കാനും ഗ്യാസ് ലാഭിക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ പ്രഷർ കുക്ക് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ മാങ്ങ ഇവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഉണക്കക്കൊഞ്ചാണ്. ഉണക്കക്കൊഞ്ച് അല്ലെങ്കിൽ ഉണക്ക ചെമ്മീൻ, ഓരോരുത്തർ സ്ഥലത്തും ഓരോ പേരിലാണല്ലോ അറിയപ്പെടുന്നത്. അത് നന്നായിട്ട് കഴുകിയെടുക്കണം. അതിൽ പൊടി അഴുക്കുമൊക്കെ കാണും. അത് ഒന്ന് കഴുകി നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുവാണ്. ഒരു പിടി ചെമ്മീൻ മതി. അപ്പം നമ്മുടെ ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് കോരി മാറ്റി കൊടുക്കണം. ആ ചട്ടി തന്നെ ഇട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോവും. ഇരുമ്പിന്റെ ചട്ടി ആയതുകൊണ്ടാണ് ഞാനതൊന്ന് കോരി മാറ്റി കൊടുക്കുന്നത് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഇതിന് നിങ്ങൾ ചെമ്മീനെന്നാണോ കൊഞ്ചെന്നാണോ എന്താണ് വിളിക്കുന്നതെന്ന് കമന്റ് ചെയ്യുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നെ കറക്റ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പം നമ്മുടെ കൊഞ്ചെല്ലാം ഇങ്ങനെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ പ്രഷർ കുക്ക് ചെയ്ത് വെച്ച ചക്കക്കുരു ആ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കുവാണ്. ബാക്കി നമ്മൾ കറി ഉണ്ടാക്കുന്ന ഈ മൺചട്ടിയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുമിച്ച് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ മുരിങ്ങയ്ക്കയൊക്കെ അങ്ങ് വെന്തുടഞ്ഞു പോവും. ഒരു 2 മുരിങ്ങയ്ക്കായി നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച മാങ്ങാ കഷ്ണങ്ങളും കൂടെ ചേർത്തു. കൂട്ടത്തില് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ചെമ്മീനില്ലേ, അതിന്റെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഞാനിവിടെ മാറ്റി വെച്ചു. എന്നിട്ട് മാങ്ങയ്ക്കും മുരിങ്ങയ്ക്കും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തു. 1 ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്തത്. എന്നിട്ട് കറിവേപ്പിലയും കുറച്ച് ചൂടുവെള്ളമാണ് ഇപ്പൊ ചേർക്കുന്നത്. കാരണം ചക്കക്കുരു ഓൾറെഡി വെന്തതായതുകൊണ്ട് നമ്മൾ ഇനി പച്ചവെള്ളം ചേർക്കുന്നില്ല. ചൂടുവെള്ളം കൂടെ ഒഴിച്ച് അതൊന്ന് തിളപ്പിക്കാൻ പോവുകയാണ്. എന്റെ കഷ്ണങ്ങളെല്ലാം പാത്രം നിറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഞാനൊന്ന് ഇളക്കാഞ്ഞത്. ഇപ്പം അത് ഒന്ന് തിളച്ചതൊന്ന് താന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാനതൊന്ന് ഇളക്കി വെച്ച് കൊടുക്കുന്നുണ്ടേ. ഇങ്ങനെ 2-3 പ്രാവശ്യം നമ്മൾ അതൊന്ന് മൂടി തുറന്ന് ഇളക്കി നോക്കണം. ഒരു 10 മിനിറ്റോളം എടുക്കും അത് കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരാനായിട്ട്. ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തേക്കുന്നത്. ചക്കക്കുരു ഓൾറെഡി വെന്തിട്ടുണ്ട്. എന്നാലും മുരിങ്ങക്കോലും പച്ചമാങ്ങയും കൂടെ ഒന്ന് വേവണമല്ലോ. പച്ചമാങ്ങ പെട്ടെന്ന് വെന്ത് വരും. പക്ഷെ മുരിങ്ങക്കോലിനാണ് കുറച്ചും കൂടെ വേവുള്ളത്. അപ്പം നമ്മളിങ്ങനെ മൂടി വെച്ച് അതൊന്ന് വേവിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഏകദേശം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടെ ആകാനുണ്ട്. അപ്പൊ ഒരു 3 മിനിറ്റും കൂടെ ഞാനിതൊന്ന് മൂടി വെച്ച് വേവിക്കാൻ പോവുകയാണേ. ഇതിന്റെ അരപ്പ് നമ്മൾ സാധാരണ ചക്കക്കുരു മാങ്ങാക്കറി ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ് കേട്ടോ. അപ്പോൾ ചെറുകിയ നാളികേരത്തിലേക്ക് 4-5 ചുമന്നുള്ളി, 4 പച്ചമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയുമാണ് നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. കൂട്ടത്തിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഉണക്കച്ചെമ്മീൻ ഇല്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് അരയ്ക്കുമ്പോൾ ഈ കറിയുടെ ഫ്ലേവർ അങ്ങ് ഇരട്ടിയാവും കേട്ടോ. നമ്മൾ ഓൾറെഡി കൊഞ്ച് ചേർത്തിട്ടുള്ളതാണ്. പക്ഷെ ഈ അരപ്പിലും കൂടെ ഇത് വരുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് അത് ഈ അരപ്പിന്റെ കൂട്ടത്തിൽ നമ്മൾ അരച്ച് ചേർക്കുന്നത്. അപ്പൊ അതെല്ലാം കൂടെ നമ്മൾ കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നമ്മുടെ കറിയുടെ തിക്നെസ്സിന് ആവശ്യമുള്ള വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ സമയത്ത് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പൊ ചൂടുവെള്ളം വീണ്ടും ഒഴിച്ചു. എൻ്റെ കറി സ്റ്റിൽ തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തോരം തിക്നെസ് വേണോ കറിക്ക് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇപ്പൊ ഞാൻ വീണ്ടും കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വന്നാൽ മതി. അതിനെ ഒരുപാട് തിളപ്പിക്കുകയൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ തന്നെ നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഇത് മൺചട്ടി ആയതുകൊണ്ട് ഞാൻ ഈ സമയത്ത് തന്നെ ഓഫ് ചെയ്യുവാണ്. കടുക് താളിക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതിലേക്ക് കടുകും ഉലുവയും ചേർത്ത് പൊട്ടിച്ചു കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ചേറെ ചുമന്നുള്ളി അരിഞ്ഞ് ഫ്രൈ ചെയ്യണം. അതൊന്ന് ചുമന്ന് വരുമ്പോഴാണ് അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുത്തേക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ആ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് എന്നിട്ടും ആ പാത്രത്തിന്റെ ചൂട് കൊണ്ട് കറി തിളയ്ക്കുവാണ്.
അപ്പോൾ ഇത് ഈ താളിപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇളക്കുന്നില്ല, ഇതിങ്ങനെ തന്നെ മൂടി ഒരമണിക്കൂർ വെക്കാൻ പോവാണ്. അപ്പോഴാണ് ഈ താളിപ്പിന്റെ മണമെല്ലാം നമ്മുടെ കറിയിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഒരമണിക്കൂർ കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ കറി ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മൾ അത്രയും വെള്ളം ഒഴിച്ചിട്ടും കറി കുറുകി വന്നിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറാണ്. ചോറുണ്ണാൻ നമുക്ക് ഈ കറിയുടെ മണം മാത്രം മതി. അപ്പം ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക്